പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 22. എന്താ അമ്മ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഹാളിലെ സെറ്റിയിലിരുന്ന സന്ദീപ് തനിക്ക് എതിർവശത്തെ ചുവരിൽ ചാരി നിൽക്കുന്ന മാധവിയോട് ഇത്തിരി ഗൗരവത്തോടെ തന്നെ തിരക്കി. മകൻ്റെ മുഖത്തെ പതിവില്ലാത്ത ദേഷ്യത്തിന് പിന്നിൽ കാരണമുണ്ടെന്ന് മനസ്സിലായതും അവിടെ ഇരിക്കുന്ന രാമചന്ദ്രൻ ഒന്നും സംസാരിക്കാൻ മുതിർന്നില്ല എന്നതാണ് സത്യം. നിന്റെ പെങ്ങളുകുട്ടി കൂട്ടിയതൊക്കെ നീ അറിഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ ഞാനെന്താണ് നിനക്ക് മനസ്സിലാക്കി തരേണ്ടത്? എത്രയൊക്കെ പറഞ്ഞിട്ടും അവർക്ക് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. കാരണം മുകുന്ദനെ പ്രിയ സ്നേഹിക്കുന്നുണ്ടെന്നും അവൾ മഞ്ചാടിക്കാട്ടിൽ പോയതിന് പിറകിലുള്ള കാരണം മുകുന്ദനാണെന്നും മകനിൽ നിന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് മാധവി വീട്ടുകാർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് ഞാനും ചോദിച്ചത്. പ്രിയയ്ക്ക് മുകുന്ദനെ ആലോചിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവൾ അവനെ ഓർത്ത് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കാര്യങ്ങളൊക്കെ വ്യക്തമായി അമ്മയ്ക്ക് ഇപ്പോൾ അറിയാവുന്നതല്ലേ? അവളിങ്ങനെ ഒരിക്കലെങ്കിലും മാനസികമായി തളർന്നു കിടക്കുന്നത് അമ്മ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രിയയുടെ സങ്കടാവസ്ഥ അവനിലെ സഹോദരൻ അത്രമേൽ നൊന്തിരുന്നു. അതേടാ, അവൾ മുഴുഭ്രാന്തിയാണേലും വേണ്ടുകയില്ല. ഇവിടെ വീട്ടിലേക്ക് കൊടുക്കാൻ ചർക്കല് വെണ്ണില്ല. അടുത്ത് നിൽക്കുന്ന ദീപയെ നോക്കി പേടിപ്പിച്ചുകൊണ്ടായിരുന്നു മാധവി അത് സംസാരിച്ചത്. ഇതെന്താ മാധവി, നിനക്ക് ആ വീട്ടുകാരെ ഇത്രയ്ക്കും പുച്ഛം? അവരുടെ കാര്യം ഇപ്പോൾ പറഞ്ഞാലും നിനക്കൊട്ടും പിടിക്കാത്തതിൻ്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ മോക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിപ്പോയി. അതിനിപ്പോൾ അവളെ കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല. മുകുന്ദൻ നല്ലൊരു ചെക്കനാണ്. ഈ നാട്ടിൽ അവനെ പോലെയുള്ളൊരു കൊച്ചനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുമോ? അവനും കൂടെ താല്പര്യമുണ്ടെങ്കിൽ ഈ കല്യാണം നടത്തുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല. ഭാര്യയുടെ സംസാരം പിടിക്കാത്ത മട്ടിൽ രാമചന്ദ്രൻ അവിടെ ഒച്ച ഉയർത്തി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കില്ല രാമേട്ട. എൻ്റെ മോനെ കണ്ണും കൈയും കാട്ടി നിങ്ങളുടെ മോള് എടുത്തു. ഇനിയിപ്പോൾ ഈ കൊച്ചിനെ കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണമെന്നാണ് ഏട്ടനീ പറയുന്നത്. അല്ലേ, ഇത് നല്ല കളിയായി. അമ്പാട്ടെ മോൾ ഇവിടെ വലിഞ്ഞു കയറി വന്നതുകൊണ്ട് അവിടെ ജീവിതം രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടിട്ട് വേണം അമ്പാട്ടെ മോൻ്റെ ജീവിതം നന്നാക്കാൻ. അതിനു വേണ്ടിയുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. മാധവി പരിസരം മറന്നുകൊണ്ട് അലറിയതും കേട്ട് നിന്ന സന്ദീപിനും രാമചന്ദ്രനും നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോയിരുന്നു. അവർക്കൊരു നിമിഷം കണ്ണു നിറച്ചുകൊണ്ട് നിൽക്കുന്ന ദീപയെ അഭിമുഖീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. മാധവി, നിന്റെ സംസാരം അതിര് കടക്കുന്നു. നിന്റെ ദുഷിച്ച നാവുകൊണ്ട് അമ്പാട്ടെ വീട്ടുകാരെ ഇനിയും നീ വല്ലത് പറഞ്ഞാൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും. രാമചന്ദ്രൻ മുൻപിൽ കിടക്കുന്ന ടീപ്പോയുടെ മുകളിൽ ഉച്ചത്തിൽ കൈപ്പത്തി വെച്ച് അടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി. എങ്കിൽ അതൊന്നും അറിയണമല്ലോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോളെ ആ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. അവർ ഭർത്താവിൻ്റെയും മകൻ്റെയും മുൻപിൽ ഉറഞ്ഞു തുള്ളി. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം? ദീപ ഇവിടെ വന്നു കയറിയപ്പോൾ തൊട്ട് ഞാൻ കാണുന്നതാ അമ്മയുടെ ഒരുമാതിരിയുള്ള ഈ സ്വഭാവം. അവർക്ക് കാശിത്തിരി കുറഞ്ഞു പോയതാണോ? അതോ ആ വീട്ടിലെ ആർക്കും ഗവൺമെൻറ് ജോലി ഇല്ലാത്തതാണോ അമ്മയുടെ ഈ ദുഷിച്ച ചിന്തയുടെ കാരണം? ഒടുവിൽ സന്ദീപിന് സഹി കേട്ടത് ചോദിക്കേണ്ടി വന്നു. കാരണം അത്രമേൽ മാധവിയുടെ സ്വഭാവം അവനെ തളർത്തിയിരുന്നു. അതേടാ, അത് തന്നെയാണ് കാരണം. സംബന്ധം കൂടാൻ വരുന്നവരെ അവരവരുടെ നിലയും വിലയും വെച്ച് വേണം വരാൻ. ഇതിപ്പോൾ നീ ഇവളെ കെട്ടിക്കൊണ്ട് വന്നതുകൊണ്ടല്ലേ ഇവക്കടെ അനിയന് വേണ്ടി നീ ഇങ്ങനെ കടന്ന് വാദിക്കുന്നേ? അല്ലെങ്കിലും നീ ഭാര്യ വീട്ടുകാരുടെ സൈഡ് മാത്രമേ പറയൂ. അതെങ്ങനെ? നിനക്ക് നിൻ്റെ ഭാര്യ പറയുന്നതല്ലേ വേദവാക്യം? അവർ അമർഷത്തോടെ മുരണ്ടതും അത് കേട്ട സന്ദീപിൻ്റെ നിയന്ത്രണം നഷ്ടമായിരുന്നു. അവൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുൻപിൽ കിടക്കുന്ന ടീപ്പോയി വലത്തെ കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു. ഒരു നിമിഷം ദീപയടക്കം അവിടെ നിന്നിറവർ അവൻ്റെ പ്രവൃത്തി കണ്ട് പേടിച്ചു പോയിരുന്നു. സന്ദീപേ! ദേഷ്യത്താൽ മുറുകുന്ന അവൻ്റെ മുഖവും ഭാവങ്ങളും കണ്ടതും രാമചന്ദ്രൻ മകനെ പിന്നിലേക്ക് വലിച്ചു മാറ്റി നിർത്തി. എന്തിനാ അച്ഛ അമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുന്നത്? 2 വർഷമായിട്ട് ഞാനിത് സഹിക്കുക. ദീപ ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളായി ഈ അമ്മയ്ക്ക്. ഇപ്പം അവരുടെ ജീവിതം തകർക്കാൻ നോക്കുന്നു. അവനും കൂടി ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഒരുമാതിരി സംസ്കാരം കാണിക്കേണ്ട കാര്യമുണ്ടോ? സന്ദീപിൻ്റെ മുറിയെ കൈമുഷ്ടി അവൻ്റെ ഉള്ളിലെ ദേഷ്യത്തെ എടുത്തു കാണിക്കാൻ പോന്നതായിരുന്നു. സന്ദീപേട്ട വേണ്ട, മതിയാക്ക്. അമ്മയോട് അങ്ങനൊന്നും സംസാരിക്കാതെ. അവൻ്റെ ദേഷ്യത്തെ തണുപ്പിക്കാൻ എന്നവണ്ണം ദീപ സന്ദീപിൻ്റെ അരികിലേക്ക് ചെന്ന് നിന്ന് ആ കയ്യിൽ പിടുത്തമിട്ടു. മാറി നിൽക്കടി അങ്ങോട്ട്. എന്ത് മതിയാക്കണമെന്നാണ് നീ പറയുന്നേ? അവരുടെ ദുഷിച്ച മനസ്സ് നിനക്ക് ഇനിയും മനസ്സിലാവാത്ത കൊണ്ടാണോ, അതോ മനസ്സിലായെന്ന് നടക്കുന്നതുകൊണ്ടാണോ? അവൻ അവൾക്ക് നേരെ ആക്രോശിച്ചു. വിട്ടേക്ക് മോനെ, പറഞ്ഞു തിരുത്തി കൊടുക്കാൻ പറ്റുന്ന പ്രായമൊന്നുമല്ലല്ലോ. തലതിരിഞ്ഞു പോയി. നമ്മൾ അനുഭവിക്കുക തന്നെ. മകനെ തണുപ്പിക്കാൻ എന്നവണ്ണം രാമചന്ദ്രനും കൂടി അങ്ങനെ പറഞ്ഞതും അവൻ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് സ്വന്തം മുറിയിലേക്ക് കാറ്റുപോലെ കടന്നുപോയി. ഇതിനൊക്കെ സാക്ഷിയായി സ്റ്റെയർ കേസിന് മുൻപിൽ
മുകളിൽ നിന്നവൾ കണ്ണീരോടെ അവിടെ നിന്നും പിൻവലിഞ്ഞു. നീ അവനെ മറക്കണം പ്രിയേ. മകൾക്ക് മുൻപിൽ നിന്ന് ചെന്നുകൊണ്ട് മാധവി അലറി. പ്രിയയ്ക്ക് മുകുന്ദനോടുള്ള പ്രണയം അവരെ അത്രമേൽ തളർത്തിയിരുന്നു എന്ന് വേണം പറയാൻ. എനിക്ക് പറ്റില്ലമ്മേ. മുകുന്ദേട്ടനെ മറന്നൊരു ജീവിതം എനിക്കൊരിക്കലും സാധ്യമല്ല. അവൾ വല്ലാത്ത ശാന്തതയോടുകൂടിയാണ് അക്കാര്യം വെളിപ്പെടുത്തിയത്. നീ എന്ത് ഭാവിച്ചാണ് പ്രിയേ അവൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവൻ്റെ ഭാര്യയായി ജീവിക്കാൻ നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അവർ അമർഷത്തോടെ പെണ്ണിന് നേർക്ക് മുരണ്ടു. ഗവൺമെൻറ് ജോലി ഇല്ലേലും എന്നെ കെട്ടിയാൽ മുകുന്ദേട്ടൻ എന്നെ പട്ടിണിക്കിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടമ്മേ. ഭയം ഏതും കൂടാതെ തന്നെ അവൾ മറുപടി നൽകി. എടി, നീ ഗുണം പിടിക്കത്തില്ലടി. എന്നെ എല്ലാവരുടെയും മുമ്പിൽ താഴ്ത്തി കെട്ടിയിട്ട് അതിനുവേണ്ടി മാത്രം ജനിച്ചവളാണോ നീ? അപ്പോൾ മാധവിയുടെ കയ്യിൽ കിട്ടിയത് തറതുൽകുന്ന പുൽച്ചൂരാണ്. അവരത് കയ്യിലെടുത്തിട്ട് പ്രിയയുടെ പുറത്തിന് മുകളിലേക്ക്. അമ്മേ, അവൾ നൊന്തു പിടഞ്ഞുപോയി. മറക്കടി അവനെ, മറക്കാൻ. മാധവി രണ്ടും കൽപ്പിച്ചെന്ന പോലെ അവളുടെ ശരീരത്തിൽ ആകമാനം വീഴ്ത്തി. എനിക്ക് പറ്റില്ലമ്മേ. അവൾ അത് മുഴുവനും നിന്നുകൊണ്ടു, ഒരടി അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ നീങ്ങി നിൽക്കാതെ. എങ്കിലും പ്രിയയുടെ നാവിൽ നിന്നും വേറൊരു അക്ഷരം പുറത്തേക്ക് ചാടിയില്ല. എങ്കിൽ നീ ഇല്ലാതാവടി. എനിക്കിങ്ങനെയൊരു മകൾ ജനിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ശരീരത്തിൽ ഇനി പതിയാൻ ഒരിറ്റ് സ്ഥലം ബാക്കിയില്ല എന്ന രീതിയിൽ അവൾക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അവളുടെ ശരീരം മുഴുവൻ ചതവുകളുണ്ടായി. ചുവന്ന് തടിച്ച പാടുകളിനാൽ അവളുടെ ദേഹം മുഴുവനും നിറഞ്ഞു. കയ്യും കാലും വയറും പുറവും എന്ന് വേണ്ട, പെണ്ണിൻ്റെ കവിളുകളിലും നെറ്റിയിലും വരെ മാധവിയുടെ സ്നേഹത്തോടെയുള്ള തലോടുകളുകൾ പതിഞ്ഞു. കരുനീലിച്ച് കിടന്നു. ഓരോന്നും കൊള്ളുമ്പോൾ അവൾ കരഞ്ഞില്ല. പകരം മുകുന്ദൻ്റെ പേര് ഭ്രാന്തമായി പുലമ്പിക്കൊണ്ടിരുന്നു. ഒരുമുൽ ശരീരം തളർന്ന് സ്വന്തം മുറിയുടെ മൂലയിൽ കണ്ണുകൾ പൂട്ടിക്കിടക്കുമ്പോഴും മുകുന്ദൻ എന്ന നാമം മാത്രമേ അവളുടെ മനസ്സിലും ജപം ചെയ്തിരുന്നുള്ളൂ. പ്രിയയെ ഒരിക്കലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അളിയ. അത് ശരിയുമല്ല. അല്ലെങ്കിൽ തന്നെ ഒരിക്കൽ എൻ്റെ ചേച്ചി ചെയ്ത തെറ്റിന് ഇപ്പോഴും അവൾ അനുഭവിക്കുന്നില്ലേ? അമ്പലത്തിന് മുൻപിലെ ആൽത്തറയിൽ ഇരുന്നു കൊണ്ട് മുകുന്ദൻ എങ്ങോട്ടേക്കോ കണ്ണുകൾ വായിച്ചു. സായങ്കാലമായിരുന്നതിനാൽ തന്നെ ഉച്ചവെയിൽ മാഞ്ഞ അന്തരീക്ഷം ഒന്ന് തണുത്തിരുന്നു. ആൽമരത്തിൻ്റെ ചില്ലകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്ന പലതരത്തിലുള്ള കിളികളുടെ ശബ്ദങ്ങളാൽ അമ്പലമുറ്റം ശബ്ദമുഖരിതമായി. മുകുന്ദ, നീ എന്ന് പറഞ്ഞ ഒരു തരത്തിൽ ഭ്രാന്താണ് അവക്ക്. നീയൊരു പെണ്ണിനോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ വിഭ്രാന്ത് പിടിച്ച് മലഞ്ചാടിക്കാട്ടിൽ പോയിരുന്നവളാണ് എൻ്റെ അനിയത്തി. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു. വഴക്കു പറഞ്ഞോ പട്ടിണിക്കിട്ടോ ഒന്നും അവളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അല്ലെങ്കിൽ എൻ്റെ അമ്മ അങ്ങോട്ട് ചെയ്തിട്ടപ്പോഴും അവൾ സ്വയം മാറേണ്ടതല്ലേ? അത്രയ്ക്കും ഭ്രാന്തമായി നിന്നെ അവൾ സ്നേഹിക്കുന്നുണ്ട്. ഒന്നും കൂടെ ആലോചിച്ച് നിനക്കൊരു തീരുമാനം എടുത്തൂടെ? സന്ദീപ് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു. അത് ശരിയാവില്ല സന്ദീപേട്ടാ. ഇപ്പം അവൾക്ക് അങ്ങനെ തോന്നും. കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രിയ തന്നെ ഇതൊക്കെ മറക്കും. അവൾക്കിപ്പോഴും വാശിയും കുട്ടിക്കളിയൊക്കെയാണ്. നിങ്ങൾ വീട്ടുകാർ കൊഞ്ചിച്ചു വളർത്തി എന്നുള്ള ഒരു പിടി വാശി. എന്നെ കിട്ടില്ല എന്നുറപ്പാകുമ്പോൾ അവൾ മാറി ചിന്തിച്ചു തുടങ്ങും. എനിക്കുറപ്പുണ്ടത്. അല്ലെങ്കിൽ സന്ദീപേട്ടൻ നോക്കിക്കോ. മുകുന്ദൻ ഒരു ചിരിയോടെ പറഞ്ഞതും സന്ദീപ് പിന്നീടൊന്നും മറുത്ത് സംസാരിച്ചില്ല. ഒരാളുടെ ഇഷ്ടത്തിന് വേണ്ടി കെഞ്ചാൻ പറ്റില്ലല്ലോ. ഇവിടെ തൻ്റെ സഹോദരിക്ക് മാത്രമേ പ്രണയമുള്ളൂ. മുകുന്ദൻ അങ്ങനെയൊന്നും പ്രിയോട് ഇതുവരെയും തോന്നിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇക്കാര്യത്തിൽ തനിക്ക് എന്തെങ്കിലും ചെയ്യുവാനും പരിമിതികളുണ്ട്. അവൻ മനസ്സിലതും ചിന്തിച്ചുകൊണ്ട് ആൽത്തറയിൽ നിന്നും പതുക്കെ താഴേക്ക് ഓർന്നിറങ്ങി. അളിയൻ പോവാണോ? സന്ദീപിന് പിന്നിലായി അവനും അപ്പോഴേക്കും താഴേക്ക് ചാടി ഇറങ്ങിയിരുന്നു. പോവാടാ. വീട്ടിൽ കുഞ്ഞിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വേഗം ചെല്ലാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. വേദനയോടെയുള്ളൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിലപ്പോൾ വിരിഞ്ഞു വന്നു. കടുത്ത മാനസിക സംഘർഷത്തോടെ അവൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് സന്ദീപ് അമ്പലമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന തൻ്റെ ബൈക്കിന് നേർക്ക് നടന്നു. എന്നോട് ക്ഷമിക്ക് സന്ദീപേട്ടാ. അവളെ എനിക്കൊരിക്കലും വിവാഹം കഴിക്കാൻ സാധിക്കില്ല. അത് ശരിയുമല്ല. അവൻ പോയ വഴിയെ നോക്കി മുകുന്ദൻ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നല്ലപോലെ തലവേദനയായിരുന്നേ. അതുകൊണ്ടാണ് സ്റ്റോറി ഒന്നും ഇടാഞ്ഞത്.